ശ്യാമേ മാർക്കോ സിനിമ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടില്ല. സിനിമ കണ്ടില്ല. ഇല്ല. ശ്യാമ സാധാരണ എല്ലാ സിനിമകൾ റിലീസ് ദിവസങ്ങളിൽ തന്നെ കാണുന്ന ആളാണ്. ഈ മാർക്കോ സിനിമ അത് ഇനിയിപ്പോൾ നമുക്ക് ടെലിവിഷനിൽ കാണാൻ പറ്റില്ല. അതിൻ്റെ പ്രദർശനം OTT-ൽ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അധികം നേരം എനിക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടെലിവിഷൻ അല്ലെങ്കിൽ കണ്ടേനെ അനുമതി കണ്ടേനെ. അത് ശരി. OTT-ലും പ്രദർശനം തടയണമെന്ന് പറഞ്ഞിട്ട് ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ചാനലുകളിൽ പ്രദർശിപ്പിക്കരുത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ ഇങ്ങനെ ഒരു പടം എടുക്കില്ല, കാരണം കഥ ആവശ്യപ്പെടുന്നതുകൊണ്ടാണ് അങ്ങനെ വയലൻസ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നത്. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അതിനുശേഷം പല സംഭവങ്ങളും ഉണ്ടായപ്പോഴാണ് ഇത് മാർക്കോ എഫക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചയുണ്ടാകുന്നു. സിനിമകളെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് ചർച്ചകൾ വരുന്നു. ഈ മാർക്കോ മോഡൽ കൊലപാതകങ്ങളിലേക്ക് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെന്നും പറയാൻ പറ്റില്ല, കൗമാരക്കാരായിട്ടുള്ള പിള്ളേർ, ഇത് 18+ ആണ് ആ സിനിമ. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ തിയേറ്ററിലൊന്നും ഈ പിള്ളേരെയൊക്കെ അങ്ങനെ തടഞ്ഞിട്ടൊന്നുമില്ല. പിള്ളേരൊക്കെ കയറി സിനിമ കണ്ടിട്ടുണ്ട്. പലപ്പോഴും പല കുട്ടികളും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കുട്ടികൾ ഈ കഥയും കാര്യങ്ങളൊക്കെ വന്ന് പറയുകയും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കോ നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അത് മാത്രമല്ല, ഈ പ്രൊഡ്യൂസറുടെ ഒരു കുമ്പസാരവും വരുന്നു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറയുന്നു. എന്താണ് അങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജാണോ അതോ അതിനകത്ത് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? അല്ലാതെ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് സർട്ടിഫിക്കറ്റ് ആണ് സിനിമ. സർട്ടിഫിക്കറ്റ് സിനിമയാണ്. അത് പ്രദർശിപ്പിക്കാൻ, അതായത് TV ചാനലുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. അവരത് ഒഴിവാക്കണമെന്ന്, ഈ കാറ്റഗറി മാറ്റി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു CBFCക്ക്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. അവർക്കൊരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്കൊന്ന് 2 ആഴ്ച ആയെന്ന് തോന്നുന്നു അവർ അപ്പീൽ കൊടുത്തിട്ട്. മാർക്കോയുടെ പ്രവർത്തകർ, അണിയറ പ്രവർത്തകർ ഈ കാറ്റഗറി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. പക്ഷേ അത് തള്ളിക്കളഞ്ഞു. മാർക്കോ ഒരു കാരണവശാലും TV പ്രദർശിപ്പിക്കില്ല. അത് സർട്ടിഫിക്കറ്റ് സിനിമയാണ്. സർട്ടിഫിക്കറ്റ് കാറ്റഗറിയിൽ നിന്നും അത് മാറ്റില്ല. അതായത് സെക്സ് മാത്രമല്ല സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, ഭീകരമായിട്ടുള്ള വയലൻസ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് എനിക്ക് തോന്നുന്നു 16+, 16+ ആണ്. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ അടുത്തിടയ്ക്ക്. ഇപ്പോൾ വയലൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും, ഇനിയിപ്പോൾ ആരോ പറഞ്ഞോട്ടെ, സിനിമയാണോ വയലൻസ് ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സിനിമ ഒരു കാരണം കൂടിയാണ്. അതിവിടുത്തെ, ഇപ്പം ഞാൻ പറഞ്ഞതല്ലത്, ഇതിവിടുത്തെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ, പോലീസ്, എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. ഇവിടുത്തെ സർക്കാർ പോലും തള്ളിക്കളയുന്നില്ല സിനിമ ഇതിന്റെ ഭാഗമല്ലെന്ന്. സിനിമയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും, വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും, സംശയമില്ല. സിനിമ എന്ന് പറയുന്നത് വലിയൊരു മീഡിയമാണ്. നമുക്ക് ഉള്ളിലേക്ക് ഒരു സാധനത്തെ കൊണ്ടുവെക്കാൻ ശേഷിയുള്ള അതിശക്തമായിട്ടുള്ള ഒരു മീഡിയമാണ് ഈ പറയുന്ന സിനിമ. നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു സാധനം കയറ്റി തരണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ സിനിമയ്ക്ക് തരാൻ പറ്റും, ഈസി ആയിട്ട് തരാൻ പറ്റും. അത് നമ്മളെന്താ പറയുക, നമ്മൾ അടിച്ചോ തല്ലി പഴിപ്പിച്ച ഒരു സാധനം നമ്മുടെ ഉള്ളിലേക്ക് കയറ്റുന്നതിൻ്റെ ഇരട്ടി പവറിൽ ഈ സാധനം നമ്മുടെ തലച്ചോറിലേക്ക് കയറ്റി തരാൻ ഒരു സിനിമയ്ക്ക് സാധിക്കും. ആ മാർക്കോയെ കൊണ്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു BGM വളരെ പവർഫുള്ളാണ്. BGM, പിന്നെ അതിൻ്റെ ഓരോ കട്ട്സ്, പിന്നെ കട്ട് ഷോട്ട് എന്ന് പറയുന്ന സാധനങ്ങൾ, ഇതൊക്കെ തന്നെ എന്താ പറയുക, നായകൻ്റെ ഒരു കണ്ണിലുള്ള ഒരു തീഷ്ണത പോലും അനുകരിക്കാൻ ഇവിടുത്തെ യുവതലമുറകൾ ശ്രമിക്കും. എന്ന് വെച്ച് മാർക്കോ മാത്രമാണോ എന്ന് ചോദിച്ചാൽ മാർക്കോ മാത്രമാണല്ലോ. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ ഇതിൻ്റെ എഫക്റ്റ് നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ. പക്ഷേ അവിടെ നമ്മളുടെ പോലെ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ അവിടെ ആരും തയ്യാറായില്ല. അതായത് ഈ സിനിമകളാണ് ഇവിടെ വയലൻസിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്നും ഇവിടെ ഇത്തരത്തിലുള്ള യുവാക്കളുടെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇതാണെന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വടച്ചെന്നൈ എന്ന് പറയുന്ന മൂവി അവിടെ ഇറങ്ങിയിട്ടുണ്ട്. വടച്ചെന്നൈ അതിഭീകരമായ വയലൻസാണ് അപ്പോൾ സിനിമ പറഞ്ഞു വെച്ചത്. യുവാക്കളുടെ വയലൻസാണ് പറഞ്ഞു വെച്ചത്. ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളുടെ കൂടെ കൂടുന്ന, അയാൾ സ്നേഹിക്കുന്ന അയാൾ ഒരു പെൺകുട്ടിയുടെ സഹോദരൻ, ഈ 2 പേരും ചേർന്ന് എന്താ പറയുക, മൊത്തത്തിൽ ടെർമിനേറ്റ് ചെയ്ത് കളയാണ്. അങ്ങനെയാണ് കഥ. പക്ഷെ അത് ന്യായമായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണെന്നാണ്. കടൽ കയ്യേറി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു സംഘം, സമ്പത്തുള്ളവരുടെ ഒരു സംഘം, അതിന് കൂട്ടുനിൽക്കുന്ന കുറേ ഗുണ്ടകൾ, അത് തടയാൻ ശ്രമിച്ച പ്രാദേശികമായിട്ടുള്ള ഒരു ഡോൺ, ആ ഡോണിനെ തീർത്ത് കളയുന്ന, ആ ഡോണിൻ്റെ കയ്യാളായി നിന്ന ഗുണ്ടകൾ, അവരോട് പ്രതികാരം ചെയ്യുന്ന നായകൻ. പക്ഷെ മൊത്തത്തിൽ വയലൻസ് ആണ് പടം. അങ്ങേയറ്റം ഇങ്ങേയറ്റം പടം നോക്കിക്കഴിഞ്ഞാൽ വലിയ വയലൻസ് ആണ് പറയുന്നത് ആ സിനിമ പറയുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകൾ തമിഴിൽ ഇറങ്ങി. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്താ ഉണ്ടായത്? അവിടെ
അനന്തരഫലം അവിടെ സംഭവിച്ചത് യുവാക്കളിലെ കുറ്റകൃത്യങ്ങൾ അവിടെ വർദ്ധിച്ചു. യുവാക്കളിലെ കുറ്റകൃത്യങ്ങൾ അവിടെ വർദ്ധിച്ചു എന്നുള്ളത് CBCIDയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ പിന്നെ ജയലളിത ഇരുന്ന സമയത്ത് പോലും ഇവിടെ റിപ്പോർട്ട് കൊടുത്ത സാധനമാണ്. ഈ വടച്ചെന്നൈ മാത്രമല്ല, വടച്ചെന്നൈ വന്നതും കാലഘട്ടത്തിൻ്റെ ഇതിലല്ല ഞാൻ പറയുന്നത്. ജയലളിത ഇരുന്ന സമയത്ത് മുതലേ അവിടെ ഈ പറയുന്ന പോലെ യുവാക്കളുടെ കുറ്റകൃത്യങ്ങളിൽ സിനിമ ബാധിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് അവർക്ക് മുന്നിലുണ്ട്. പക്ഷെ അതൊന്നും അവിടെ ചർച്ചയായില്ല. സിനിമ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന്റെ ജീവവായുവാണ്. അതവിടെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പൊ ഈ പറയുന്ന പോലെ ജയലളിത അതിൽ നിന്ന് വന്ന ആളാണ്, സ്റ്റാലിൻ അതിൽ നിന്ന് വന്ന ആളല്ല. പക്ഷേ സ്റ്റാലിന്റെ മകൻ അതിനോട് ചേർത്തിരിക്കുന്നതാണ്. കരുണാനിധി സിനിമയുടെ ഭാഗമായിരുന്നു അല്ലേ? സ്റ്റാലിൻ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് എന്താ പറയുക വ്യത്യസ്തരായി നിൽക്കുന്ന ഒരാളെന്ന് പറയുന്ന സ്റ്റാലിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിനിമ വലിയ രീതിയിൽ ബാധിച്ചു എന്നുള്ള കാര്യം അവിടെ ചർച്ച ചെയ്യപ്പെടില്ല. പക്ഷേ ഇവിടെ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ശരിക്കും അനുകരിക്കപ്പെടുന്നുണ്ട്, നല്ല രീതിയിൽ അനുകരിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പല ചർച്ചയിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അത് ഒരിക്കൽ കൂടി പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആവേശം സിനിമയെ അനുകരിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്തു. വാളുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന സ്വഭാവമുള്ള എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പഴയ കൊടൂരമായിട്ടുള്ള നായകൻ കണ്ണൻ നായരെ എത്ര പേർ ഉപമിച്ചു അല്ലെ അനുകരിച്ചു എന്നുള്ള. പക്ഷെ ആ തലമുറയല്ല ഇന്നത്തെ തലമുറ. ഇന്നത്തെ തലമുറ ഡിജിറ്റൽ, അതായത് അവരുടെ കണ്ണിൽ കൂടി കാണുന്നതിനേക്കാൾ അവർ വിശ്വസിക്കുന്നത് അവരുടെ മുന്നിലെ അഭ്രപാളിയിൽ കാണുന്നതിനെയാണ്. എല്ലാവരുടെയും കയ്യിൽ മൊബൈലുണ്ട്. അതെ, ഈ മൊബൈലിലൂടെ ആണെങ്കിലും സ്ക്രീനിലൂടെ, വലിയ സ്ക്രീനിലൂടെ ആണെങ്കിലും ചെറിയ സ്ക്രീനിലൂടെ ആണെങ്കിലും എന്തിന് നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ പറയുന്ന എൻ്റെ ഞാൻ ഒരിക്കലും ഇങ്ങനെ സിനിമ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിട്ടുള്ള എന്നെ ഒരുപാട് എന്താ ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത്, ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളൊരു നദിയുടെ തീരത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞത്, ഞാനിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഈ കട്ട് ഷോട്ടായിട്ട് വരും, ഇങ്ങനെ വരുമല്ലോ സിനിമയുടെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇത് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കാണാറുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പണ്ടൊക്കെ ഇങ്ങനെ രണ്ടുപേര് ചേർന്ന് കാര്യങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ കാലഘട്ടം അദ്ദേഹം പറഞ്ഞതാണ്, ഞങ്ങളിപ്പോൾ കൂട്ടുകാരൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പം നിന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ നീ ഇതിനകത്ത് നോക്കിയിരിക്കുവാണ്. പുള്ളിക്ക് കാര്യം പറയാൻ ഒരാളെ കിട്ടുന്നില്ല. ഞാൻ ഇതിനകത്ത് നോക്കിയിരുന്നിട്ട് ഇതിനകത്ത് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അതാണ് എൻ്റെ താല്പര്യം. പുള്ളിക്ക് അതല്ല താല്പര്യം. പുള്ളിക്ക് കാര്യം പറയാനൊക്കെയാണ്. മനോഹരമായിട്ടൊരു സ്ഥലത്ത് അവിടെ പോയിരുന്ന് വട്ടം ചുറ്റിയിരുന്നിട്ട് ഇതൊക്കെയാണോ എന്ന് ചിന്തിക്കുന്നു. അപ്പം നമ്മൾ അടക്കമുള്ളവർ ഇതിൻ്റെ പിന്നാലെ പോയി തുടങ്ങി. ഈ പറയുന്ന കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് ഇപ്പോൾ 2K കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാൽ പോലും അവർ മാത്രമല്ല അതിന് മുമ്പുള്ള ആൾക്കാരും അതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാനടക്കമുള്ള ഫോൺ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റില്ലാത്ത ഒരു കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് എന്താ പറയാ, ഈ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ടാലും ഈ ഡിവൈസിന്റെ നെറ്റ്വർക്ക് ഓഫ് ചെയ്തിട്ടാലും ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന സിനിമകൾ കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട് സിനിമകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പക്ഷെ അനുകരിക്കുന്നു, വലിയ തോതിൽ അനുകരിക്കുന്നു. മാത്രമല്ല ഈ ലഹരിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന, വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളാണ് ഈ അടുത്ത് ധാരാളം വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ എന്ന് പറയുന്ന സിനിമ ലഹരിക്കെതിരായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ന്യായീകരിക്കപ്പെടുന്നുണ്ട്, അവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ശരിയായിരുന്നു, അവർ ചെയ്ത പ്രവൃത്തി ശരിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ അവർ ചെയ്ത് ശരിയാണെന്ന് ചിന്തിക്കുന്നു. എന്തുകൊണ്ട് അവർ ഈ റിവെഞ്ചിന് ഇറങ്ങി എന്നുള്ളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ആ സിനിമ. അതൊരു പ്രശ്നമാണ്. ഈ ലഹരിക്ക് അടിമകളാണെങ്കിലും അവരൊരു അനീതി നേരിട്ടു ഒരു പോലീസ് ഓഫീസറിൽ നിന്നും. ആ ഓഫീസറിൽ നിന്നും അനീതി നേരിടാനുള്ള കാരണമാണ് ഈ പറയുന്ന മുഴുവൻ അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തിക്ക് മുഴുവൻ എന്നാണ് ആ സിനിമ പറയുന്നത്. ലഹരിക്കടിമകളാണ്, ലഹരിയെ ഈ പറയുന്ന പോലെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല. പക്ഷേ അനീതിക്ക് ഉത്തരം, അനീതിക്കുള്ള മറുപടി ലഹരിയിലൂടെ അവർക്ക് നൽകാൻ സാധിച്ചു എന്ന് ആ സിനിമ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. ഞാൻ അതുകൊണ്ടാണ് കുട്ടികളെ ആ സിനിമ കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മാതാപിതാക്കൾ പോയി കണ്ടോളൂ. മാതാപിതാക്കൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളുടെ ചേഞ്ചസിനോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള, അതായത് എങ്ങനെ പ്രതികരിക്കണമെന്നല്ല, എന്തൊക്കെ പ്രതികരിക്കാൻ പാടില്ല, സഡൻലി ഉള്ള ആക്ഷൻ പാടില്ല. കുട്ടി ഇതുപോലെ എന്തെങ്കിലും ആ സിനിമയിൽ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ പെട്ടാൽ അതിനെ വിളിച്ചിരുത്തി അതിനെ ചേർത്ത് നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം. അത് ആ സിനിമയിലൂടെ അങ്ങനെ കുറ്റപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും ആണ് സിനിമ പറയുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് സിനിമ പറയുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനൊരു അബദ്ധം പറ്റി ആ കുഞ്ഞിനോട് നിങ്ങൾ ആ രീതിയിൽ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആ സിനിമ കാട്ടിത്തരുന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിക്കും, ആ കുഞ്ഞിന് എന്ത് സംഭവിക്കും, ഇത് ആ സിനിമ പറയുന്നുണ്ട്. എങ്ങനെ പെരുമാറണമെന്നല്ല പറഞ്ഞു തരുന്നത്, അത് പറഞ്ഞു തരുന്നില്ല. എന്ത് സംഭവിക്കും എന്നുള്ള ആ സിനിമ പറയുന്നുണ്ട്. അത് സാധാരണ ഏത് മനുഷ്യനും മനസ്സിലാവുന്ന ഒരു സാധനം അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം, ആ സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം,
ഒരു അനീതിയാണ് ഇതിനൊക്കെ അടിസ്ഥാനം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഈ സംഭവങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാരണം അനീതിയാണ്. പഴയൊരു ധനുഷിൻ്റെ സിനിമയിലും അയാൾ കണ്ടൊരു അനീതിയാണ് അയാളെ ആ രീതിയിൽ ആക്കിയെടുത്തതെന്ന് പറയുന്നുണ്ട്. അതായത് നായകനെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇവിടെയും അതാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ആ സിനിമ കാണണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും യുവതലമുറ അതിൽ അഡിക്റ്റ് ആവും. എന്ന് വെച്ച് ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് സിനിമ പിടിച്ചു നിൽക്കത്തുമില്ല. ഇപ്പോൾ ഇത്തരം ചിത്രങ്ങൾ ഇറങ്ങിയില്ല, പഴയ മനസ്സിനക്കരയൊക്കെ കൊണ്ട് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പിള്ളേരാരും തിയേറ്ററിൻ്റെ 7 അയലത്ത് അടുക്കില്ല. ഉണ്ണിമുകുന്ദൻ്റെ തൊട്ട് പിന്നാലെ മാർക്കോയ്ക്ക് പിന്നാലെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, അത് തിയേറ്ററിൽ ഓടിയില്ല. അതെ 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 ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് അത് ഓടിയില്ല. ഇല്ല, അത് കാണാൻ ആളില്ല. ഇപ്പോൾ യുവതലമുറയാണ് കൂടുതലായിട്ട് തിയേറ്ററിലേക്ക് വരുന്ന യുവതലമുറ എന്ന് പറയുന്നത്. അവർക്ക് ഇതൊന്നും കാണാനൊരു പിന്നെ താല്പര്യം കാണില്ല. ഇപ്പോൾ ഒരു സിനിമ ഇപ്പോൾ അടുത്തിറങ്ങിയത് പിന്നെ പ്രകാശനോട്ടത്തിലാണോ അങ്ങനെ മറ്റോ ആണ് അതിൻ്റെ പേര്, തെറ്റിയെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഒരു സിനിമ, ആ സിനിമ ഞാൻ മനോഹരമായിട്ടൊരു സിനിമയായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സിനിമ കാണാൻ ചെന്നപ്പോൾ ഞങ്ങളാകെപ്പാടെ 10 പേരേ ഉള്ളൂ. 20 പേരുണ്ടെങ്കിൽ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ 11:30 തിരിച്ചു പോരുന്നു. 2 മണിക്ക് ചെന്നപ്പോഴും ഇതാ അവസ്ഥ. പിന്നെ 6 മണിക്ക് ചെന്നപ്പോഴാണ് പിന്നെ ആ സിനിമ കാണാൻ അന്നേരം ഒരു 20 പേരുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രദർശിപ്പിച്ചു. ഈ 20 പേർക്ക് ഓടി നടന്ന് കാണാൻ പറ്റും. എവിടെങ്കിലുമൊക്കെ പോയിരിക്കും, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിവിടുത്തെ ഏറ്റവും വലിയ ഒരു പിന്നെ മാളിലെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ, ആ മാളിൽ പോലും പ്രദർശിപ്പിക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയല്ല, മാളുകളിൽ ഒന്നില്ല തിയേറ്ററിൽ, അവിടെ പോലും അത് പ്രദർശിപ്പിക്കാൻ ആളെ കിട്ടാത്ത ഒരവസ്ഥ. അതാണ് മാളാണെന്ന് ആലോചിക്കണം. എന്നിട്ട് പോലും ആ സിനിമ കാണാൻ ആളില്ല. അതാണ് അവസ്ഥ. അപ്പോൾ ഇത്തരം സിനിമകൾ ഇറങ്ങി ഇൻഡസ്ട്രി പിടിച്ചിരിക്കണമെങ്കിൽ ഈ സിനിമകൾ ഇറങ്ങിയേ പറ്റൂ. സിനിമകൾ ഇറങ്ങിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഇത് ഇറക്കാതിരിക്കാനും വല്ല, ഇത് കഴിച്ചിട്ട് എന്താ പറയുക, ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യാത്തൊരവസ്ഥയിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. കാര്യം കാലഘട്ടം മാറിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഇറക്കാതെ ഇൻഡസ്ട്രിയെ പിടിച്ചു നിർത്താൻ അവരെ കൊണ്ട് പറ്റില്ല. എന്നും പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ഇറങ്ങി ഇന്നും വെള്ള വസ്ത്രമിട്ട നായകൻ, വെള്ള വസ്ത്രമിട്ട നായിക, പിന്നെ കുറച്ച് നല്ല പൂക്കൾ, ഇതൊക്കെ കാണിച്ച് ആര് കാണും ഇവിടെ? എനിക്കാണല്ലേ, എനിക്ക് തോന്നില്ല പിള്ളേരൊന്നും പോയി ഇരുന്ന് കാണുമെന്ന്. രൂപയും പോയി പണി വെക്കാൻ പറയും. അവർക്ക് ആവശ്യം ചുറ്റികയുമായി കറങ്ങി കിടക്കുന്ന നായികയുടെ തല അടിച്ച് പൊട്ടിക്കട്ടെ, ശരി, ഓക്കെ, കൈയടിക്കുന്നു. അത് ശരിയാണെന്ന് ഇവർ വിചാരിക്കുന്നു, അതാണ് കുഴപ്പം. നായികയുടെ കൈ പിന്നെ ഇത് തലക്കടിക്കുന്നു, നായകൻ അടിച്ച് തല തകർക്കുന്നു. നായിക ചെയ്ത തെറ്റിനോട് നായകന്റെ പ്രതികാരം, ഓക്കെ, കൊള്ളാം. നാളെ ഇറങ്ങി ചുറ്റിക എടുത്ത് ഇവന് മിഠായി കൊടുത്തില്ല എന്നാ പിന്നെ കടക്കാരന് മിഠായി എടുക്കാത്തൊന്നുമല്ല, അവൻ അടിച്ചു പൊട്ടിക്കുന്ന പോലെ എം ഡി എം കിട്ടാത്തതിന്റെ സാഹചര്യത്തിൽ അവനെ തല അടിച്ചു കൊടുക്കും. മിഠായി, ഏത് മിഠായി? അതിനൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ലഹരി മിഠായി, മറ്റൊരു കൊച്ചിന് ചോക്ലേറ്റ് മിഠായി കൊടുത്തെന്നും പറഞ്ഞൊരു മിഠായിലെ ലഹരി കലർത്തുന്ന കാലഘട്ടം കടന്നുപോയത്. മിഠായിലൊക്കെ ലഹരി കലർത്തി കുടിക്കുന്നപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ ചിലരുണ്ടായിരുന്നു, ചില കുട്ടികളൊക്കെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെപ്സിയിൽ റമ്മ് കലക്കി കൊണ്ടുവരുമായിരുന്നു. റമ്മ് കലക്കി കൊണ്ടുവരും പെപ്സിയിൽ റമ്മ് കലക്കി കൊണ്ടുവന്ന് ഇത് അറിയില്ലല്ലോ. ഇത് പെപ്സിയിൽ കലക്കി കൊണ്ടുവന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കും, നൈസായിട്ട് ടൂർ പോകുമ്പോൾ അവരൊന്ന് കുടിക്കും. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമല്ല, അതൊക്കെ പണ്ടത്തെ കാലം. ആ കുട്ടിയിൽ നിന്ന് ഇപ്പോൾ കുട്ടികൾ മാറിയില്ലേ? ആ കുട്ടിയിൽ നിന്ന് ഈ കുട്ടികൾ മാറിക്കഴിഞ്ഞു. കുട്ടികൾ നോട്ട് മടക്കുന്നു, അത് നിരത്തുന്നു, മൂക്കിലോട്ട് വലിച്ച് കയറ്റുന്നു. ഗ്ലാസ് ട്യൂബുകൾ ഇഷ്ടം പോലെ കുട്ടികളുടെ കയ്യിലുണ്ട്. ആര് കാണാനാണ്? ചെറുതായിട്ടൊന്ന് ബസ്സിലൊന്ന് ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് നൂന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കയറി കഴിഞ്ഞു തലയിൽ. അങ്ങനെയാണ് ഇതിൻ്റെ സാഹചര്യം. അപ്പോൾ ഇത്തരം സിനിമകൾ ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ. അത് ശരി, എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്നുള്ള രീതി കാട്ടിക്കൊടുക്കുക. പണ്ടൊക്കെ ഈ ഇവർ പറയുന്നു വാണിംഗ് കാണിക്കുന്നുണ്ട്, ഞങ്ങൾ വാണിംഗ് കാണിക്കുന്നുണ്ട്. ആ വാണിംഗ് കാണണമെങ്കിൽ അവിടെ അടുത്ത് പോയിരുന്നിട്ട് ലെൻസ് പിടിക്കണം. അത് ആര് ശ്രദ്ധിക്കുന്നത് ആ സമയത്ത്? ഇത് വേറെ ഒരു പ്രഹസനമാണ് കേട്ടോ. ഈ വാണിംഗ് എഴുതി കാണിക്കുന്നു, ഞങ്ങളിതാ ഇതാ വാണിംഗ് കൊടുത്തിരിക്കുന്നു. ഈ സിനിമയ്ക്ക് മുമ്പുള്ള പിന്നെ പറയുന്നുണ്ട്. ഇപ്പം മിക്കവാറും ഒക്കെ നടന്മാരുടെ ശബ്ദത്തിലാണ് പറയാറുള്ളത്. ഇത് ഇതാണ് പിന്നെ ആരോഗ്യത്തിന് ഹാനികരമാണ്, തെറ്റാണെന്നൊക്കെ പറയുന്നത്. ആര് കേൾക്കുന്ന, ആരും ആ സമയത്ത് ശ്രദ്ധിക്കാറ് പോലും ശ്രദ്ധിക്കത്തില്ല. എന്തിനിവിടെ OTT-ൽ സിനിമ ഇറങ്ങുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാം. നമുക്ക് ഈ എഴുതി കാണിക്കുന്ന മുഴുവൻ സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ നമ്മളോട് സിസ്റ്റം ചോദിക്കും, ഇങ്ങോട്ട് പ്ലാറ്റ്ഫോം ഇങ്ങോട്ട് ചോദിക്കും, ഇത് സ്കിപ്പ് ചെയ്ത് കളയട്ടെ, ഇത് ഏതാ ഈ സാധനം അടക്കം. അല്ലെങ്കിൽ തന്നെ ടെലഗ്രാമിൽ ഈ സിനിമ ആദ്യത്തെ ദിവസം തന്നെ കാണുന്ന ടീംസ് എവിടെ ഉള്ളത്? അതെ, പോവാതെ ഈ സിനിമയൊന്നും ഇനിയിപ്പോൾ ഇത് കാണാവുന്നവരെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി CBFC എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ പ്രാദേശിക ഓഫീസറാണെന്ന് പറയുന്നു, നദീം തുഫൈൽ. അവർ പറയുന്നു, ഞങ്ങൾ നേരത്തെ തന്നെ മാർക്കോ പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ മുംബൈക്ക് ലെറ്റർ കൊടുത്തതാണ്, നോട്ട് കൊടുത്തതാണ്.
അതിനുശേഷം കുറേ രംഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ശേഷമാണ് മാർക്കോ പുറത്തിറങ്ങിയതെന്ന്. ഇത് പണ്ട് ഈ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ അറിയാമല്ലോ, ആ സിനിമ ചെയ്യുന്ന സമയത്ത് അന്ന് ഇവർ സെൻസർ ബോർഡ് ആ സിനിമ തടഞ്ഞു. അപ്പോൾ റിലീസിൻ്റെ എല്ലാം റെഡിയായി റിലീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആ സമയത്താണ് ഇവർ ഉടക്കിട്ടു, ഇത് വയലൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് ഉടക്കിട്ടു. അവസാനം ഡെനീസ് ജോസഫ് ആണല്ലോ, അവരൊക്കെ ആ ടീം പിന്നെ ഡൽഹിയിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കും അവരെ ബോധ്യപ്പെടുത്തിയൊക്കെയാണ് പിന്നെ എന്തോ സീനൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സെൻസർ ബോർഡൊക്കെ എന്ത് ചെയ്യുക ഇവിടെ, ഇതൊക്കെ കണ്ടിട്ട് അവരും കൈയടിക്കുക, അവരും നാളെ പോലെ ചുറ്റിക എടുക്കാമെന്ന് വിചാരിക്കുകയായിരിക്കും. അല്ല, മാർക്കോ വെട്ടാനിരുന്ന ആദ്യത്തെ എഴുതി കാണിപ്പോൾ അവസാനത്തെ എഴുതി കാണിപ്പോൾ മാത്രമേ കാണിക്കാൻ പറ്റൂ. 6 മിനിറ്റ് കൊണ്ട് സിനിമ അവസാനിക്കും, അത് മതിയോ? ഉണ്ണി മുകുന്ദൻ മുതലേ അതിൽ പ്രവർത്തിച്ച ആളുകളുടെ പേര് എഴുതി കാണിക്കുക, അവസാനം എഴുതി കാണിക്കുക, അതേ പറ്റുള്ളൂ മാർക്കോയിൽ. വേറൊന്നും നടക്കില്ല വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ വെട്ടാൻ നിന്ന സെൻസർ ബോർഡിന് മനസ്സിലായി ഇത് വെട്ടാൻ നിന്ന അല്ല, അവരങ്ങനെയൊന്നും വെട്ടുന്ന ഇത് എല്ലാം കൂടെ അരിഞ്ഞ് കളയാൻ നടക്കുന്ന കാര്യമില്ല. കാറ്റഗറി ചെയ്യാനേ പറ്റുള്ളൂ, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഇതിനെയൊക്കെ. അല്ല എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, പുതിയ ഒരെണ്ണം വരുന്നുണ്ട്, അടുത്ത ഒരെണ്ണം ഇറങ്ങാൻ പോകും, ഇതിൻ്റെ അപ്പുറമാണെന്നാണ് കേട്ടത്. ഇനി അതിനെ എവിടെ കൊണ്ട് പിടിച്ചു കേട്ടും പേര് പറയുന്നില്ല, ഇനിയിപ്പോൾ അതിൻ്റെ പിണക്കേട് ഉണ്ടാക്കണ്ട. ഇനി ഞാൻ പബ്ലിസിറ്റി കൊടുത്തെന്നും പറഞ്ഞ് നമ്മൾ ആർക്കും പബ്ലിസിറ്റി കൊടുക്കണ്ട, ആർക്കും പബ്ലിസിറ്റി കൊടുക്കുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകളും ബാധിക്കുന്നുണ്ട്. സിനിമ മാത്രമാണോ ബാധിക്കുന്നതെന്ന് വെച്ചാൽ സിനിമ മാത്രമല്ല, എല്ലാം ബാധിക്കുന്നുണ്ട്. എല്ലാം ബാധിക്കുന്നു. സമൂഹത്തിനുള്ള മൊത്തത്തിലുള്ള ചുറ്റുപാട്, അതായത് മൂല്യച്യുതിയല്ല, സമൂഹത്തിനുള്ള ഇപ്പോൾ ഉള്ള കുട്ടികൾ സമൂഹത്തെ ഒബ്സർവ് ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന കുട്ടികളാണ്. അവൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ കാഴ്ചകളെയും കാണുന്നുണ്ട്. ആ ചിന്ത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾ, പേരന്റിങ് എന്ന് പറയുന്നതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്തോ അത് നിങ്ങളുടെ കുഞ്ഞിനെയും ശ്രദ്ധിക്കും. നിങ്ങൾ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സിഗരറ്റ് വലിച്ചാൽ അവൻ സിഗരറ്റ് വലിക്കും. നിങ്ങൾ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് മദ്യപിച്ചാൽ അവൻ മദ്യപിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും കുഞ്ഞുങ്ങളത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ അതെന്ത് ചെയ്യണം? കുഞ്ഞിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു അക്രമ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ നിൽക്കരുത്. കുഞ്ഞും അത് കാണും. അതായത് ഈ അക്രമ സംഭവം നടന്നാൽ അത് ഇതിൽ പതിയേണ്ട സാധനമാണ് എന്നുള്ള ചിന്ത കുഞ്ഞിന് വരും. അതൊരു ശരിയായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ധരിക്കും. പിന്നെ ചില അമ്മമാരുണ്ട്, ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ അമ്മമാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് ആദ്യം ആഹാരം കഴിക്കാൻ വേണ്ടി മൊബൈൽ ഓണാക്കി പാട്ട് വെച്ച് കൊടുക്കും. കൊച്ചു കൊച്ചു പാട്ടുകളായിരിക്കും. ഇത് വളരുന്നതിനനുസരിച്ച് അതിൻ്റെ റേഞ്ചും മാറിക്കൊണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ മുന്നിൽ ഈ സാധനം വരണമെന്നൊരു ചിന്ത കുഞ്ഞിൻ്റെ മനസ്സിൽ വരും. ഭയങ്കര ഡേഞ്ചറാണ്, അതിഭയങ്കരമാണ്. അവൻ പുറത്തുള്ള കാഴ്ചകളിൽ നിന്നും അവനെ നിങ്ങൾ ഈ കാണിക്കുന്ന ചെറിയ സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയാണ്. കുഞ്ഞുങ്ങളെയൊക്കെ അടക്കിയിരുത്തുന്ന ഈ മൊബൈൽ കൈ കൊടുത്തിട്ടാണല്ലോ. അതാണ് അമ്മമാർക്ക് പിന്നെ അതൊരു എളുപ്പമാർഗമായിട്ട് ഒരു എന്താ പറയുക, നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി വെട്ടുകയാണ്. നിങ്ങൾ തന്നെ അവൻ കാണേണ്ട സാധനം എന്താണ്? ഇപ്പം നിങ്ങൾ കരുതും അവൻ കാണുന്നത് കുഞ്ഞു പാട്ടുകളാണല്ലോ. നാളെ ഇതിൽ നിന്നും അവനൊപ്പം തന്നെ ഈ ചുരുങ്ങിയ സ്ക്രീനിലെ സാധനങ്ങളും വളർന്നുകൊണ്ടിരിക്കും. അവനേക്കാൾ വേഗതയിൽ ഈ സ്ക്രീനിലെ കാര്യങ്ങൾ വളരും. അവൻ്റെ പ്രായത്തിന് പറ്റാത്ത സാധനങ്ങൾ അവനെ കാണിച്ചു കൊടുക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ വിദഗ്ധരായിട്ടുള്ള ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടുപോക്ക്, അവരിത് പറഞ്ഞു തരും. അതെ, ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ അച്ഛനും അമ്മയും പോയി പേരൻറ്റിങ് പഠിക്കണം. അല്ലെ, വിവാഹത്തിന് മുമ്പ് തന്നെ കൗൺസിലിംഗ് കൊടുക്കുമല്ലോ, അതുപോലെ തന്നെ ഈ പേരൻറ്റിങ്ങിലും കൗൺസിലിംഗ് കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. ഇപ്പോഴുള്ള കുട്ടികൾ പലർക്കും ഈ പറയുന്ന പോലെ, കുട്ടികളല്ല ഈ പറയുന്ന അച്ഛനമ്മമാർക്ക് കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്ന് അറിയില്ല. അങ്ങനെ വളർത്താൻ അറിയാവുന്നവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നതും അങ്ങനെ പോകുന്ന അച്ഛനും അമ്മയും ഉണ്ട്, ധാരാളം പേരുണ്ട്. ഇപ്പം വന്ധ്യതാ കേന്ദ്രങ്ങൾ ഇവിടെ മുക്കിനാണ്. അല്ല, നമ്മൾ പലപ്പോഴും ഈ നടന്നൊക്കെ പോകുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഈ അമ്മ മുമ്പേ അങ്ങ് നടന്നു, ഈ പൊടിക്കുഞ്ഞൊക്കെ ആയിരിക്കും, കുഞ്ഞ് പുറകിൽ നടക്കുകയാണ്, കുഞ്ഞിനെ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ചില അമ്മമാർ പിന്നെ മൊബൈലിലാണ് 24 മണിക്കൂർ മൊബൈലിൽ, കൊച്ചിനെ ശ്രദ്ധിക്കത്ത പോലുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതുപോലെയുള്ള അഫാന്മാരായി ഉണ്ടായി വരുന്നത് സമൂഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് പോലും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു മകനോ മകളോ ഉണ്ടാവുകയാണെങ്കിൽ നാളെ ഒരു വലിയ ഡേഞ്ചറാണ്. ഇപ്പം പിന്നെ അജിത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങി. അജിത്തിൻ്റെ സിനിമയിൽ പിന്നെ അമ്മയും അച്ഛനെയുമാണ് നായിക കൊല്ലുന്നത്. ഒരു നായിക കൊല്ലുന്നത് അമ്മയും അച്ഛനെയും കൊന്നുകളയുകയാണ്. അതൊരു നേരത്തെ ഇറങ്ങിയ ഒരു മൂവിയാണ്, അതിൻ്റെ റീമേക്കാണ് ഈ അജിത്തിൻ്റെ സിനിമ. അതിന് പേര് പറയുന്നില്ല, എല്ലാവരും ഇവിടെ പോയി കണ്ടിനി ഇപ്പം അമ്മയും അച്ഛനെയും കൊല്ലാൻ വേണ്ടി നിൽക്കേണ്ട. അതെ, ശരി.